നമ്മൾ നേരെ ഐസ്ക്രീമൊക്കെ മേടിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ളൊരു കുളത്തിലോട്ടാണ് പോയത്. അവിടെ പിന്നെ കുറേ നാളായിട്ട് ആലോചിക്കുന്നതായിരുന്നു നമ്മൾ അവിടെ പോകണം, ഒന്ന് അവിടെയൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ വെച്ചിട്ട്. പിന്നെ ഇന്ന് വിചാരിച്ചങ്ങ് അവിടോട്ട് തന്നെ അങ്ങ് പോയേക്കാന്ന്. അത് പിന്നെ അത് അധികം ദൂരമൊന്നുമില്ല. ഒരു ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെ കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. ഞാൻ വിചാരിക്കുന്ന രീതിയിലൊന്നും ആയിരുന്നില്ല ഈ ഐസ്ക്രീം വരുന്നത്. ഇത് പെട്ടെന്ന് മെൽറ്റായി പോവായിരുന്നു. പിന്നെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചില്ലെങ്കിൽ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ വെയിറ്റ് താക്കണമല്ലോ. അങ്ങനെ പിന്നെ കഷ്ടപ്പാടാണ്. ഓരോരുത്തരും ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെ കഷ്ടപ്പാടിലാണ്. പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ പോവാതെ വേണമല്ലോ കഴിക്കാൻ. ഞങ്ങൾ 3 പേരും തിന്നു കഴിഞ്ഞിട്ടും ഒരുത്തി മാത്രം ഇതുവരെ തിന്നു തീർന്നില്ല. എന്തൊക്കെയാണോ ആ ടൈമിൽ തോന്നിയെന്ന് നമുക്കറിയത്തില്ല. പിന്നെ കുറേ നേരം ആ വെള്ളത്തിലൊക്കെ ഇട്ട് കളിക്കാമെന്നും പറഞ്ഞ് നമ്മൾ 3 പേരോട് ഇറങ്ങിയിട്ട് എന്തൊക്കെയാണെന്ന് കാണിക്കണം. ഇതുവരെ വെള്ളം കാണാത്ത രീതിയിലാണ് ഞങ്ങൾ കാണിക്കുന്നത്. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എടുത്ത് വെള്ളം എറിയുന്നതായിട്ടാണോ ഇനി എന്തുവാണെന്ന് അറിയത്തില്ല. കുറേ നേരം കളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് മതിയായി. പിന്നെ നേരെ അവിടെ ഒരു പേര മരം ഉണ്ടായിരുന്നു. പിന്നെ പേരയ്ക്ക് എല്ലാം പച്ചയായിരുന്നു. പിന്നെ എവിടെ നിന്നോ കണ്ടുപിടിച്ചു ഒരു വിളഞ്ഞത് മാത്രം. പിന്നെ അവൾ പോയി കണ്ടുപിടിച്ച് വിളഞ്ഞതും തപ്പിക്കൊണ്ട് വന്നു. എന്തായാലും നമ്മൾ പിന്നെ കുറച്ച് നേരം കുളത്തിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് വിശ്രമിക്കാമെന്ന് വെച്ചാൽ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മളൊരു അപ്പൂപ്പനെ കണ്ടത്. പിന്നെ അപ്പൂപ്പനോട് ഇതിലേ പോയാൽ എവിടെ എത്തും, കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പൂപ്പനോട് തിരക്കിയാണ്. അപ്പം ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വെച്ചാൽ അപ്പം നെക്സ്റ്റ് സ്ഥലത്തോട്ട്